ഹായ്, നമസ്കാരം. ഞാൻ സതീഷ് കുമാർ. നമുക്ക് ഇന്നിപ്പോ നമ്മുടെ TOD മീറ്റർ, അതായത് ടൈം ഓഫ് ഡേ എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലിരിക്കുന്ന ഡിജിറ്റൽ മീറ്ററിനകത്തുനിന്നും നമ്മുടെ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണെന്നും അതിൽ കൂടെ നമുക്ക് എത്ര യൂണിറ്റ് ആയെന്നും അതുപോലെ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ, ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. അത് എങ്ങനെയാണെന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നിങ്ങളിവിടെ കാണുന്ന സാധനമാണ് നമ്മുടെ വീട്ടിലുള്ള TOD മീറ്റർ. ഇപ്പൊ ഏതാണ്ട് 95% വീടുകളിലും ഇപ്പൊ ഈ മീറ്റർ ആയി കഴിഞ്ഞു. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. ഓക്കെ, 95 അല്ല, 99% ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഓഫ് ഡേ, അതായത് നമ്മുടെ ഒരു ദിവസത്തിന് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ടൈമിന് നോർമൽ ടൈം എന്നും, അതുപോലെ വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുള്ള ടൈമിന് പീക്ക് ടൈം എന്നും, ഒരുപാട് പേര് ഒരേ സമയം ഉപയോഗിക്കുന്ന സമയം. അതുപോലെ രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള ഓഫ് പീക്ക് ടൈം എന്നും 3 സെറ്റ് റീഡിങ് ഇതിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ ഈ 3 സെറ്റിന്റെയും ടോട്ടലും ഇതിനകത്ത് റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും നമുക്ക് ബാക്കിയുള്ള എല്ലാ റീഡിങ്ങുകളും ഇതിൽ കൂടെ തന്നെ കാണാനും കഴിയും എന്നുള്ളതാണ് ഈ മീറ്ററിന്റെ പ്രത്യേകത. നമുക്കിതിപ്പോൾ ഓഫായി നിൽക്കുന്ന മീറ്ററാണ്. ഡിജിറ്റൽ സപ്ലൈ നിങ്ങളുടെ നമ്മൾ പോസിറ്റീവ് സപ്ലൈ ഇല്ലെങ്കിലും ഈ സൈഡിൽ ചെറിയൊരു പച്ച വെളിച്ചം മാത്രമേ കാണൂ, ഒന്നും എഴുതി കാണിക്കത്തില്ല. അതിനർത്ഥം പോസിറ്റീവ് സപ്ലൈ വരുന്നില്ല എന്നാണ്. അതും നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ പോലും ഇതിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ താഴെ കാണുന്ന കറുത്ത ബട്ടൺ. ആ ബട്ടണിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് 1 സെക്കൻഡ് നേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കൈ എടുക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് അതിന് മുമ്പ് സമയത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോണ്ടിരിക്കും, അത് നിങ്ങൾ നോക്കണ്ട. ആദ്യം കാണിക്കുന്ന ഇതായിരിക്കും. 88888 KVA 88 ടൈം, ഡേറ്റ്, അങ്ങനെ ഇങ്ങനെ എല്ലാം എഴുതിയിരിക്കും. നമ്മൾ ഒന്നുകൂടെ അതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യും. പിന്നെ കാണിക്കുന്ന ഇതാണ് ബി ഗുഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഗുഡ്. ഇതിനകത്തിരിക്കുന്ന ഒരു ബാറ്ററി നല്ലതാണ്. ഈ ബാറ്ററി കംപ്ലൈന്റ് ആയാൽ പോലും നമ്മുടെ റീഡിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയാലും നമ്മുടെ ഇതിനകത്ത് ഇതുവരെ ചെയ്ത റീഡിങ്ങുകളെല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനാണ് ഇതിനകത്തൊരു ഇന്റേണൽ ബാറ്ററികൾ. അപ്പോൾ ആ ബാറ്ററി ഗുഡ് ആണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ ഒരു സീരിയൽ നമ്പർ, ഇപ്പോൾ നമ്മളുടെ സീരിയൽ നമ്പർ കാണിക്കുന്നില്ല, ഞാൻ ഹൈഡ് ചെയ്യുകയാണ്. ആ സീരിയൽ നമ്പർ കാണിക്കും. അതൊന്നും നമുക്കിവിടെ ആവശ്യമുള്ള സാധനങ്ങളല്ല. ഒന്നുകൂടെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോഴാണ് ഈ കാണിക്കുന്നത് 9:54:07 എന്ന് പറഞ്ഞാൽ രാവിലെ 9:54 7 സെക്കൻഡ് ആയപ്പോൾ, അതായത് നമ്മുടെ ടൈമാണ്. ആ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ടൈം എന്ന്. അത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക. ഡേറ്റ് ഇതാ 17/1/2025 ആ ഡേറ്റിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. വീണ്ടും നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് വിട്ട് 240.80 വോൾട്ട് വി എന്ന് എഴുതിയിട്ടുണ്ട്, വോൾട്ട്. നമ്മുടെ ഇപ്പൊ ലൈനിൽ നമ്മുടെ സപ്ലൈ വരുന്നത് 240.8 വോൾട്ട്. വീണ്ടും ഒന്നുകൂടെ പ്രൊസീജർ ചെയ്താൽ ഇപ്പൊ ഞാൻ അതിനകത്ത് ലോഡ് കണക്ട് ചെയ്ത ഈ കസ്റ്റമറിനകത്ത് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ലോഡ് എന്ന് പറയുന്നത് 0.74 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ ഈ കാണുന്ന സാധനം 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ് ചെയ്തതിന് ശേഷമുള്ളതല്ല, ഞാനിത് നിങ്ങൾക്ക് അല്ലാതെ കാണിച്ചു തരുന്നതാണ്. ഇപ്പോ ഇവിടെ ഞാൻ ലോഡൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് വരുമ്പോൾ ഒരു ലോഡും ഇല്ല, സപ്ലൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ 0 കാണിക്കണം. അതിന് പകരം ഇവിടെ എന്തെങ്കിലും ഒരു മിനിമം മില്ലി ആംപിയർ എങ്കിലും ഇതിനകത്ത് കാണിക്കുന്നുവെങ്കിൽ ആവശ്യമുള്ള നമ്മുടെ വയറിങ്ങിന് എന്തോ ഫാൾട്ട് ഉണ്ട്. ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ നമുക്കിവിടെ 0 കാണിക്കും. ഇവിടെ വയറിംഗ് പെർഫെക്റ്റ് ആണ്. പ്രസ് ചെയ്ത് വിട്ടപ്പോ നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി PF, അതായത് പവർ ഫാക്ടർ 1 കാണിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോ കണക്ട് ചെയ്ത് ഈ വീട്ടിലിപ്പോ കണക്ട് ചെയ്തിരിക്കുന്ന ആ ലോഡ് ശരിക്കും പറഞ്ഞാല് പക്കായാണ്. അതുകൊണ്ട് തന്നെ എന്റെ പവർ ഫാക്ടർ 1 ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രസ് ചെയ്തുള്ള സാധനമല്ല. നേരത്തെ അമ്മീറ്റർ കാണിച്ചതുപോലെ, ആംബിയർ കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ PF 0 കാണിക്കണം. ഒരു ലോഡും കണക്ട് ചെയ്തിട്ടില്ല, ലൈൻ ഓൺ ആണ് എന്നുള്ളത്. വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണ്. ഇവിടെ 49.9 ഹെർട്സ് HZ എന്ന് കാണിക്കുന്നു. നമ്മുടെ ഫ്രീക്വൻസി 50 ആണ്, അതാണ് കാണിക്കുന്നത്. 50 ഫ്രീക്വൻസി ഉണ്ട് ഏകദേശം. വീണ്ടും ഞാൻ ഒന്നുകൂടെ പ്രൊസീജർ റിലീസ് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട 0.74 ആംപിയർ ആണ്. ഇപ്പൊ ഇവിടെ എത്ര വാട്ട്സ് ഉണ്ടെന്നാണ്, 0.17 kW ആണ്. അതായത് 170 വാട്ട്സ് ഇവിടെ ഉണ്ട് എന്നാണ്. വീണ്ടും ഇവിടെ നോക്കാം, KWH താഴെ T1 2 എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് കിലോ വാട്ട് അവർ, ഇതാണ് നമ്മുടെ യൂണിറ്റ്. അതിനകത്ത് T1 എന്ന് പറയുന്നത് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ടൈം ബ്രേക്ക് ആണ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയുള്ള നോർമൽ ടൈമിലാണ്. ഇവിടെ വലിയ ഉപയോഗം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ പകല് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈകുന്നേരം 6 മണിക്ക് മുമ്പേ ക്ലോസ് ചെയ്യുന്നുണ്ടാവും. രാവിലെ 2 യൂണിറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പ്രൊസീജർ റിലീസ് ചെയ്യുമ്പോൾ T2 എന്ന് പറയുന്ന KWH 0 ആണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഇവിടെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇവിടെ വർക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കൺസംഷൻ ഇല്ല, ഇവിടെ ഒരു കൺസംഷനും ഇല്ല. അതുകൊണ്ട് ഇവിടെ യൂണിറ്റ്
0 ആണ്. പ്രൊസീജർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ T3 കാണിക്കും. T3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഉള്ളതാണ്. ഇവിടെ ആ സമയത്ത് ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 0 റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഇനി കാണിക്കുന്നത് T1 പ്ലസ് T2 പ്ലസ് ഈ മൂന്നിന്റെയും കൂടെ സമ്മാണ്. അവിടെ വേറെ ഒന്നും എഴുതിയിട്ടില്ല, KWH മാത്രമേ ഉള്ളൂ. 200. അപ്പൊ ഇവിടെ 2 യൂണിറ്റ് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കഴിഞ്ഞ തവണത്തെ റീഡിംഗ് നമ്മുടെ ബില്ലിൽ ഉണ്ടെങ്കിൽ ആ റീഡിങ്ങും ഇപ്പോഴത്തെ റീഡിംഗും എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും, നമുക്ക് വയറിംഗ് എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്ന് തോന്നിയാൽ പോലും ആ ഒരു സാധനത്തിനെ മാത്രം ആദ്യം റീഡിംഗ് എടുക്കുക. ഒരു ദിവസം ഒരു 24 മണിക്കൂർ അതിനെ ത്രൂ ഔട്ട് അങ്ങ് ഓടിക്കുക. അപ്പോൾ എന്നിട്ട് പിറ്റേന്ന് അതേ സമയത്ത് നമ്മൾ റീഡിംഗ് എടുക്കുക. വീണ്ടും ഒരു 24 മണിക്കൂർ ആ സാധനത്തിനെ ഓഫ് ചെയ്തിടുക. ആ 24 മണിക്കൂർ കഴിയുമ്പോൾ ഉള്ള റീഡിംഗ് എടുക്കുക. അപ്പോഴുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഫ്രിഡ്ജ് ആണെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജ് ഉപയോഗിച്ചപ്പോൾ ഉള്ള റീഡിങ്, ഫ്രിഡ്ജ് ഉപയോഗിക്കാത്തപ്പോൾ അപ്പൊ നമുക്ക് അതിൽ നിന്ന് അതിന്റെ ആ റീഡിംഗ് ഗ്യാപ്പ് കിട്ടും. അത് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സാധാ ഡബിൾ ഡോർ അല്ലാത്ത സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 യൂണിറ്റിനും 1.5 യൂണിറ്റിനും താഴെ നിൽക്കാവും. അപ്പോ ഇവിടെ നമുക്ക് നോക്കാം, അത് അങ്ങ് നോക്കുമ്പോൾ ഇവിടെ അതിനേക്കാളും കൂടുതലാണ് നമുക്ക് ഈ ആ ഒരു ഗ്യാപ്പിൽ വന്നിരിക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ശരിയല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിന് എന്തെങ്കിലും ഡാമേജ് ഉള്ളത് കൊണ്ടോ ആണ് നമുക്ക് ഇത്രയും കറണ്ട്. അപ്പൊ ഇതുപോലെ ഏത് എക്യുപ്മെന്റും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ അടുത്ത KWH വരെ KVR എന്നൊക്കെ പോകും. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഒന്നും അവിടെ ആവശ്യമില്ല. ഇനി അങ്ങോട്ടുള്ള റീഡിംഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇത്രയും റീഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ റീഡിംഗ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റൊരു ടെക്നീഷ്യന്റെ സഹായം ഇല്ലാതെ തന്നെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ താങ്ക് യു.